ഇപ്പോഴത്തെ ഒരു നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലായിടത്തും മാവേലിയുടെ ചിത്രങ്ങൾ കാണാം, ഓണത്തിന്റെ ചിത്രങ്ങൾ കണ്ടുകൊണ്ട് കാണാം. പക്ഷേ ഏത് മാവേലിയാണ് ഇന്ന് മലയാളി ആഘോഷിക്കുന്നത്? നമ്മൾ കടകളുടെ മുന്നിലും പത്രങ്ങളിലും ചാനലുകളിലും പരസ്യ ബോർഡുകളിലെല്ലാം കാണുന്ന മാവേലിക്ക് ഈ സങ്കല്പമായിട്ട് എന്താ ബന്ധം? ഇന്നും എല്ലാ മാവേലിയുടെയും ശരീരത്തിലേക്ക് ഒരു പൂണൂല് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. പൂണൂലും ഓണവും തമ്മിലുള്ള ബന്ധം എന്താ? ശരിക്കും പൂണൂൽ എന്തിന്റെ പ്രതീകമാണ്? പൂണൂൽ സമത്വത്തിന്റെ പ്രതീകമല്ല. പൂണൂൽ ധരിച്ച ഒരു മാവേലിയുടെ ചിത്രം വെക്കുകയും മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന പാട്ട് പാടുകയും ചെയ്യുന്നത് പോലെയുള്ള ഒരു വിരോധാഭാസം വേറെയില്ല. പൂണൂൽ മനുഷ്യനെയും വേർതിരിക്കുന്ന ഒരു ശ്രേണീകൃതമായ അസമത്വത്തിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ ഒരു സിമ്പൽ കൂടിയാണ് പൂണൂൽ എന്നുള്ളത്. പൂണൂൽ പൊട്ടിച്ചെറിഞ്ഞ ജനതയുടെ നാട് കൂടിയാണ് കേരളം എന്നുള്ളത്. പൂണൂൽ എന്തിനെയാണ് പ്രതീകവൽക്കരിക്കുന്നത്? മനുഷ്യരെല്ലാവരും തുല്യരാണ് എന്ന സങ്കല്പത്തെ മുന്നോട്ട് വെക്കുന്ന ഒന്നാണോ പൂണൂൽ എന്നുള്ളത്? എങ്ങനെയാണ് മാവേലിയുടെ ശരീരത്തിലേക്ക് പൂണൂൽ വന്നത്? എങ്ങനെയാണ് മാവേലിയുടെ ശരീരം ഈ പറയുന്ന കുടവയറുള്ള സവർണ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ചേരുന്ന ഒന്നായിട്ട് മാറിയത്? എപ്പോഴാണ് ഒരു അസുര രാജാവ്, സമത്വത്തിന് വേണ്ടി നിലകൊണ്ട ഒരാൾ ഇങ്ങനെയുള്ള ഒരു ചിത്രമായിട്ട് കേരളത്തിൽ മാറിക്കൊണ്ടേയിരിക്കുന്നത്? എന്തേ ഒരു തൊഴിലാളിയുടെ പണിയെടുക്കുന്ന, വയലിൽ പണിയെടുക്കുന്ന, കൃഷിയിടത്തിൽ പണിയെടുക്കുന്ന, ഫാക്ടറികളിൽ തൊഴിലെടുക്കുന്ന ഒരാളുടെ ശരീരമാക്കിയിട്ട് മാവേലിയുടെ ശരീരത്തെ നമുക്ക് ഭാവന ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കാത്തത്? എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു വലിയ ആശയം ഉൾക്കൊള്ളുന്ന ഒരു ആഘോഷത്തിനിടയിലേക്ക് പോലും സവർണ പാരമ്പര്യത്തിന്റെ, ബ്രാഹ്മണ്യത്തിന്റെ, ജാതി വിവേചനത്തിന്റെ ചിഹ്നങ്ങൾ കടന്നു വരുന്നത് എന്ന് നമ്മൾ അറിയാതെ നമുക്കിടയിൽ അത് എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് എന്നുള്ളത്